ഈ സാധനം വെച്ചാണ് നമ്മൾ ഇന്ന് കറി ഉണ്ടാക്കാൻ വേണ്ടി പോണത്. മാങ്ങയുടെ തൊലി എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വെജിറ്റബിൾ കറിയാണ് കേട്ടോ. അപ്പോൾ അതിനാണ് ഞാൻ ടെറസിൻ്റെ പൊക്കത്ത് വന്ന് ആ സാധനം എടുക്കാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ അച്ചിങ്ങ ഇത് കണ്ടില്ലേ, അച്ചിങ്ങ ഇവിടെ ആയിട്ടുണ്ട്. പിന്നെ പച്ച കളറ് നല്ല നീളത്തിൽ വന്നേക്കണ അച്ചിങ്ങ കണ്ട, ഏകദേശം ഒരു മുഴം ഉണ്ടാവും ഒരു അച്ചിങ്ങ. നമുക്ക് ട്രൈ നോക്കാം. യെസ്, ഒരു മുഴം ഉണ്ട് നമ്മുടെ അച്ചിങ്ങ. ഇതുണ്ടോ, എന്തോ ഭാഗ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഒരു മുഴം ഉണ്ട് ഒരു അച്ചിങ്ങ. അതേപോലെ ഇവിടെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. 1 2 3 4 ഇങ്ങനെ ആകുന്നുണ്ട്. പിന്നെ നല്ല കീടങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു ഇലയിൽ മാത്രം ചൊറിയാമ്പോഴും ഉണ്ടായിരുന്നു. ചെറിയ അത് കീടങ്ങളാണോ എന്താണെന്ന് അറിയില്ല. അത് നമ്മളെന്തോ കണ്ടപ്പോൾ തന്നെ എടുത്ത് കളഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ എന്തുണ്ടാക്കാൻ വേണ്ടി പോകുന്ന വെജിറ്റബിൾ കറിയിലെ മെയിൻ ഹീറോ ആണ് നമ്മുടെ ചേനയുടെ ഇല. അതായത് ഈ സാധനം വെച്ചാണ് നമ്മളിന്ന് കറി ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അപ്പോൾ അമ്മ ഇത് എടുത്തുകൊണ്ടിരാൻ പറഞ്ഞുകൊണ്ട് ഞാൻ വന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ചേനയ്ക്ക് വേണ്ടിയല്ല, ഇത് കറിക്ക് വേണ്ടിയാണ് നമ്മൾ നട്ടേക്കണത്. അപ്പോൾ ഈ ഗ്രോ ബാഗിൽ നിറച്ചുകൊണ്ട് നമുക്ക് അത്രയും ചേന വലുതാവില്ല. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഇവിടെ നിർത്തിയിട്ട് ഈ ചേനയുടെ കുട, നമ്മൾ പണ്ട് പറയാറുണ്ടായിരുന്നു ചെറുപ്പത്തിൽ, കുട പോലെ നമ്മൾ വളർന്നിരിക്കണമുണ്ട്. അപ്പോൾ ഇതങ്ങോട്ട് മുറിച്ചെടുക്കാൻ വേണ്ടിയാണ് വന്നേക്കണത്. അപ്പോൾ ഇങ്ങനെ മുറിക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മളിന്ന് കറി ഉണ്ടാക്കാൻ വേണ്ടി പോണത്, ചേനയുടെ ഇല. അപ്പോൾ ചേനയുടെ ഇല വെച്ചാണ് നമ്മൾ കറി ഉണ്ടാക്കാൻ വേണ്ടി പോണത്. നമ്മുടെ റൈഡിങ് ജാക്കറ്റ് കേട്ടോ, ഉണക്കാനിട്ടേക്കണേണ്. ഇതൊന്ന് പൊടി തട്ടിയെടുക്കണം. ഇനി നമ്മുടെ ട്രാവലിംഗ് വീണ്ടും തുടങ്ങണം. അതേപോലെ ഹെൽമെറ്റും ഉണക്കാൻ വേണ്ടി വെച്ചാണ്, പൂപ്പലൊക്കെ അടിച്ച് കയറുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നേരെ അടുക്കളയിലോട്ട് പോവാം. ഇനി ഇന്നത്തെ ഫുഡ് ബ്ലോഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് മുറിക്കേണ്ടത് ഈ തണ്ട് എടുക്കുന്നുണ്ടോ നമ്മള്? ഇത് എടുക്കോ? ഈ തണ്ട് എടുക്കും. ആഹാ, ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കാൻ വേണ്ടി പോണത്. അപ്പോൾ നമുക്കിതൊന്ന് മുറിക്കാം. ഇതിന് 3 ഇലയാണല്ലോ, ശരി 3 ബ്രാഞ്ചായിട്ട് വരും അല്ലേ? 3 4 വരുമോ? അത് 3 എണ്ണം അല്ലേ? 1 2 3 ബ്രാഞ്ചായിട്ടാണ് ഇങ്ങനെ വന്നത് അല്ലേ? നാരെടുക്കണ്ട. ചെറിയ പീസായിട്ട് മുറിക്കണം. നമ്മൾ ഉപ്പേരിക്ക് ഉണ്ടാക്കണ പോലെ അല്ലേ? ഉപ്പേരിക്ക് മുറിക്കണ പോലെ. അച്ഛൻ നിന്നുണ്ടായത് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് ഞാനിത്. ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ ചെറുതായിരുന്നപ്പോൾ. അപ്പോൾ നമ്മുടെ ചേനത്തണ്ട് എങ്ങനെ മുറിക്കണമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ചേമ്പിൻ്റെ നാരെടുക്കണ പോലെ ഇതിൻ്റെ എടുക്കണം എന്നാണോ അല്ലേ? ചൊറിയോ? ഇത് ചൊറിയില്ലല്ലേ? എന്ന് പ്രതീക്ഷിക്കാം. ഞാൻ കഴിച്ച എനിക്ക് ഓർമ്മയില്ല. ഇതും ചെറിയ പീസായിട്ടാണ് നമ്മൾ മുറിക്കണത്. അതേപോലെ തന്നെയാണ് എല്ലാം മൊത്തത്തിൽ അങ്ങനെ തന്നെ മുറിച്ചിടും അല്ലേ? ചേനത്തണ്ടും ചേനയിലയും നമ്മൾ മുറിച്ച് നല്ല ചെറിയ പീസാക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചേനത്തണ്ട് നമ്മൾ കഴുകാൻ വേണ്ടി ഇങ്ങനെ വെച്ചേക്കണേ. അതേപോലെ നമ്മൾ ചെറുപയറാണ് ഇതിനകത്തോട്ട് വേണ്ടത്. നമുക്ക് ഈ ചെറുപയർ നമ്മളൊരു കപ്പ് ചെറുപയർ അല്ലേ? അപ്പോൾ ഒരു കപ്പ് ചെറുപയർ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനി വേവിക്കാൻ വെക്കണം. ഇനി നമുക്ക് അരപ്പാണ് റെഡിയാക്കാനുള്ളത്. അപ്പോൾ നമ്മൾ 3 മുളക് എടുത്തു, ഉണക്കമുളക് 3 ഉണക്കമുളക് എടുത്തു. അതേപോലെ അരമുറി തേങ്ങ, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി കുറച്ച് വെള്ളവും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക. മിക്സിയിലിട്ടിട്ട് നമുക്ക് നല്ലോണം അരച്ചത്. നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ലൂസായിട്ടുള്ള കറിയാണ് ഉണ്ടാക്കുന്നത്, ഒഴിച്ച് കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കൈ ചൊറിയോന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെ ചെയ്തതെന്ന് ഓർമ്മയില്ല ഇപ്പം. അപ്പോൾ നമ്മൾ തിന്നുമ്പോൾ ചൊറിയൂല്ലേ?
അവ ഞാൻ പുളിയിട്ടുണ്ട് നോക്കാൻ പറഞ്ഞു. ഓ നമ്മുടെ പുളി ഇടുന്നുണ്ടല്ലേ, കുടംപുളി ഇട്ടുണ്ട്. കുടംപുളി അല്ലേ, ഒരു ചെറിയ ചെറിയ കഷ്ണം ഇട്ടാൽ മതി അല്ലേ, ചൊറിച്ചിൽ മാറാൻ വേണ്ടി. ഇല്ലാന്നാ പറഞ്ഞത് അന്ന്, ആ ഇട്ടില്ലെന്നാ തോന്നണെന്ന് അതിന്. എന്നാലും എനിക്കൊരു ഓർമ്മക്ക് എന്നാലും ഇട്ട് നോക്കാം അല്ലേ, ഇട്ട് നോക്കാൻ. പിന്നെ നേരത്ത് ചൊറിച്ചിൽ വന്നാൽ പണിയാവും. ചെറുപയർ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മുറിച്ച് വെച്ച ചേമ്പില തണ്ട്, ചേനത്തണ്ട് മുറിച്ച് വെച്ച് ചേനത്തണ്ട് നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. ചേമ്പില വെച്ചാൽ എപ്പോഴും കഴിക്കണത്, അതുകൊണ്ട് അതിൻ്റെ ഓർമ്മയാണ് എനിക്ക്. ഞാൻ ആദ്യമായിട്ടല്ലേ ഇത് കഴിക്കാൻ വേണ്ടി പോകണം, അതിൻ്റെ ആ ഒരു ഓർമ്മ. ചേമ്പിലാണ്, ചേനത്തണ്ട് മുറിച്ച് വെച്ച് ചേനത്തണ്ട് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ടു. 1.5 സ്പൂൺ ഉപ്പും ഇതിനകത്തോട്ട് ആഡ് ചെയ്തു, പിന്നെ പുളിയും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്തു. ഇനി കുക്കർ അടച്ച് വെച്ചതിന് ശേഷം ഇത് രണ്ടും കൂടി ഒരുമിച്ച് വേവിക്കാൻ വെക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ചേനത്തണ്ടിൻ്റെ കറിയുടെ കൂടെ ഒരു സ്പെഷ്യൽ ഡിഷും കൂടി ഉണ്ടാക്കുന്നത് മധുരത്തിൻ്റെ പഴുത്ത മാങ്ങ, അതായത് ചേന ചൊറിഞ്ഞാലോ എന്നൊരു സ്വീറ്റ് അല്ലേ, സ്വീറ്റിന് വേണ്ടിയിട്ട് നമ്മളൊരു അച്ഛന് സ്പെഷ്യൽ കുറച്ച് ദിവസമായി പറയണം അല്ലേ. അതുകൊണ്ടാണ് മാങ്ങയുടെ തൊലി എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ തൊലി വേണ്ട, തൊലി വേണം, അതിൻ്റെ ഇത് മാത്രം ഒന്ന് കഴമ്പ് എന്ന് എടുക്കും, തിരുമ്മി എടുക്കും ഇത്. ഇപ്പം മാങ്ങ മൊത്തത്തിലിട്ടു. നമ്മൾ ഇതിനകത്തോട്ട് തൊലിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു. മാങ്ങയുടെ ചാറ് അല്ലേ, തൊണ്ടിലുള്ള കഴമ്പ് അല്ലേ, തൊണ്ടിലുള്ള കഴമ്പും ഒരു ജ്യൂസ് ടൈപ്പ് സാധനം, ഒരു ജ്യൂസ് മിക്സ് ചെയ്തെടുക്കണ പോലെ ഉണ്ട്. അതിനുശേഷം നമ്മൾ ഈ എടുത്തു വെച്ച മാങ്ങയുടെ ഉള്ളിലോട്ടിട്ട് നല്ല കട്ടിയുള്ള ചാറാണ്. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്നും കൂടി തിരുമ്പിയെടുക്കാം. അതിനുശേഷം തിരുമ്പിയെടുത്ത ആ വെള്ളം, ആ ജ്യൂസ് എന്ന് പറയുന്നത്, നമുക്ക് ആ ജ്യൂസ് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ച് നല്ല കട്ടിയുള്ള കുറച്ചും കൂടി വെള്ളം ഇടണം. അപ്പോൾ കുറച്ചും കൂടി വെള്ളം നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് വീണ്ടും മാക്സിമം അതിൻ്റെ ജ്യൂസ് എടുക്കുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. ഇനി ജ്യൂസ് കിട്ടൂല, ഇനി കിട്ടൂല. ഇതിനകത്ത് നമ്മൾ ഒരു പച്ചമുളക് ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കി മുറിച്ച് ഇതിനകത്തിടാൻ വേണ്ടി പോണേന്. ഒരു ടേസ്റ്റിന് കുറച്ച് ഉപ്പ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തു. 1 സ്പൂൺ പഞ്ചസാരയും ഇതിനകത്തോട്ട് ആഡ് ചെയ്തു. അപ്പം മാങ്ങയുടെ കഴമ്പും നമ്മുടെ ജ്യൂസിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ മിക്സ് ആയിട്ടുണ്ട്. സ്വീറ്റ് ആൻഡ് സ്പൈസി ജ്യൂസാണിത് അല്ലേ. അങ്ങനെ പയറിന് നല്ല 4 വിസിലടുത്തം വന്ന് ഏകദേശം വെന്തിട്ടുണ്ടാവും അല്ലേ. ഉപ്പും മുളകും നല്ലോണം മിക്സായി വരട്ടെ. അപ്പോൾ സ്പൈസി ആൻഡ് സ്വീറ്റി മാങ്ങ ജ്യൂസ് റെഡിയായി. അപ്പോൾ ചേനത്തണ്ടും ചെറുപയറും വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരപ്പ് ആഡ് ചെയ്യാം. നമുക്ക് ഇതിനകത്തോട്ട് ഇനി 2 ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്യാം. അതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്തിട്ട് അരപ്പിട്ടതിന് ശേഷം നല്ലോണം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് താളിച്ചതും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ജീരകവും കടുകും എണ്ണ ഇട്ടിട്ട് താളിച്ചിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു സുഗന്ധം വരുന്നുണ്ട് കറിയുടെ. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന അച്ചിങ്ങയും കിഴങ്ങും കൂടി ഉണ്ടാക്കിയ കറി അല്ലേ, ഉപ്പേരി അല്ലേ, സ്വീറ്റ് ആൻഡ് സ്പൈസി മാങ്ങ ജ്യൂസ്. നമ്മളിത് ഊണിൻ്റെ കൂടെയും കഴിക്കാറുണ്ട് അല്ലേ. അതിനുശേഷം നമ്മുടെ ഇന്നത്തെ മെയിൻ സ്പെഷ്യൽ ചേനത്തണ്ടിൻ്റെ കൂട്ടുകറി, ഫേവറേറ്റ് പച്ചരിച്ചോറും. ഇനി കുറച്ച് ഇതിൻ്റെ പൊക്കത്തും കൂടി നമ്മൾ ചേനത്തണ്ടിൻ്റെ ഒഴിച്ചുകറിയും കൂടി ആഡ് ചെയ്ത അടിപൊളി മതി. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ച് ഉപ്പ് വേണം, ഉപ്പ് വേണം. വെരി 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 വേ ഇതിനകത്തോട്ട് വേണ്ട. കൊള്ളാല്ലേ. പച്ചരിയുടെ കൂടെ നല്ല കിടിലൻ ടേസ്റ്റാണിത് അല്ലേ. നമ്മൾ മട്ടരിയുടെ കൂടെ അത്രയും ടേസ്റ്റ് കിട്ടില്ല, പച്ചരിയുടെ കൂടെ ആയതുകൊണ്ട് ഇതിന് കിടിലൻ ടേസ്റ്റാണ്, അടിപൊളി. അപ്പോൾ ഞാനിതെല്ലാം ഫിനിഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ ഊണ് നല്ല സ്വാദിഷ്ടമായിരുന്നു കേട്ടോ. ചേന തണ്ടിൻ്റെ ഇലയും തണ്ടും കൂടി ഉണ്ടാക്കിയ ഒഴിച്ചുകറി നല്ല കിടിലൻ ടേസ്റ്റായിരുന്നു. അതേപോലെ മാങ്ങയുടെ ജ്യൂസ് പോലെയുള്ള സംഭവം, അതായത് നമ്മൾ കൊങ്ങണിയിൽ അമ്പച്ചുരുണ്ടില്ലോ എന്ന് പറയും. മാങ്ങ പിഴിഞ്ഞുണ്ടാക്കിയ ഒരു
കറി, അത് ഉപ്പും മുളകും പിന്നെ പഞ്ചസാരയും ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത്. അടിപൊളി കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇത് നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. അതേപോലെ ബെൽ ബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞാൽ അടുത്ത് ചെയ്യാൻ വേണ്ടി പോകുന്ന വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്രയും പെട്ടെന്ന് എത്തും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ